വൈലത്തൂർ പള്ളിയിലേക്ക് പോകുന്ന വഴിയതാ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സെന്റ് സിറിയക് ചർച്ചിലാണ്. തൃശൂർ അതിരൂപതയിലെ വിശുദ്ധ കുര്യാക്കോസിന്റെ നാമത്തിൽ ഇപ്പോൾ ആകെയുള്ള ഒരു കത്തോലിക്ക ദേവാലയമാണ് വൈലത്തൂർ പള്ളി. ഇവിടുത്തെ വിശേഷങ്ങളും അത്ഭുതങ്ങളും നമുക്ക് കണ്ടറിയാം. ാണ് വൈലത്തൂർ ഇടവക പള്ളി സ്ഥാപിതമായത്. 1922 പള്ളിപ്പണി പൂർത്തിയായി. പിന്നീട് 1995 ഇപ്പോഴത്തെ പള്ളി പുതുക്കിപ്പണിതു. തുടക്കത്തിൽ 30 വീട്ടുകാരായിരുന്നു. ഇപ്പോൾ അത് 320ഓളം കുടുംബങ്ങളായിട്ടുണ്ട്. വിശുദ്ധ കുര്യാക്കോസിൻ്റെ ഇടവക തിരുനാളിന് കൂടാതെ 2 ഊട്ട് തിരുനാളുകൾ കൂടെ ഈ ഇടവകയിൽ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അതിലൊന്ന് മെയ് 1 തൊഴിലാളി മധ്യസ്ഥനാവിഷ്ഠ യൗസേപ്പിതാവിൻ്റെ തിരുനാളാണ്. മറ്റു മതസ്ഥരായുള്ള സഹോദരങ്ങളെയും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ ഊട്ട് തിരുനാൾ കുറെക്കൂടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. മറ്റൊരു ഊട്ട് തിരുനാൾ ഒക്ടോബർ മാസത്തിലാണ് നടത്തുക. അതിനൊരു പ്രത്യേകതയുള്ളത് ഇടവകക്കാരായിട്ടുള്ളവരെ മാത്രമാണ് അതിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ ഇടവകയിൽ അതിൻ്റെ തിരുക്കർമ്മങ്ങളോട് ചേർന്ന് ആ ഊട്ട് തിരുനാളിൻ്റെ ബാക്കി ഊട്ട് സദ്യയും നേർച്ചയൊക്കെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 ഊട്ട് തിരുനാളുകളും കൂടെ ഇടവക തിരുനാളായ വിശുദ്ധ കുര്യാക്കോസിൻ്റെ തിരുനാളിനോട് ചേർന്ന് ഏറ്റവും ഭംഗിയായി 3 തിരുനാളുകൾ ഓരോ വർഷവും ഇപ്പോൾ നടന്നു വരികയാണ്. കത്തോലിക്ക വിശ്വാസികൾക്കെന്ന് മാത്രമല്ല മറ്റു മതസ്ഥരായിട്ടുള്ളവർക്കും ഇത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ആധ്യാത്മിക സൗധമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പോർച്ചുഗൽ രീതിയിലുള്ള മുഖവാരമാണ് ഈ പള്ളിക്കുള്ളത്. കൂടാതെ ഗ്രീക്ക് റോമൻ ആർക്കിടെക്ചർ രീതിയിലുള്ള അൾത്താരയും സക്രാരിയുമാണുള്ളത്. മറ്റൊരു സവിശേഷത മനോഹരമായ ലൈറ്റുകളാലും അലങ്കൃതമാണ് ഈ ദേവാലയം. അൾത്താരയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മരത്തിലുണ്ടാക്കിയ കുര്യാക്കോസ് സഹദായുടെ തിരുസ്വരൂപം
ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ്റെ കാലത്ത് പാലയൂരിൽ നിന്ന് ആദരപൂർവം ഇവിടെ സ്ഥാപിച്ചതാണ്. ഈ പള്ളിയുടെ മറ്റൊരു സവിശേഷത പള്ളിയുടെ 2 ധ്രുവങ്ങളിലായി 2 കപ്പേളകളുണ്ട് എന്നതാണ്. വടക്കുഭാഗത്തായി സെന്റ് ജോസഫിന്റെ കപ്പേളയും തെക്കുഭാഗത്തായി സെന്റ് ആന്റണിയുടെ കപ്പേളയും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ സവിശേഷത ഈ മുന്തിരിച്ചെടികളാണ്. മുന്തിരി കർഷകരുടെ വിശുദ്ധനായാണ് വിശുദ്ധ കുര്യാക്കോസ് അറിയപ്പെടുന്നത്. ഈ മുന്തിരിച്ചെടികൾക്ക് ഒരു കഥയുണ്ട്. ഈ അടുത്ത കാലത്ത് നട്ടുവളർത്തിയതാണ് ഈ ചെടികൾ. അവ വളരെ പെട്ടെന്ന് പടർന്ന് പന്തലിച്ചുവെങ്കിലും ഫലങ്ങളുണ്ടായില്ല. ആ സമയത്ത് ഒരു കിളി അതിൽ വന്ന് കൂടുകൂട്ടി. ആളുകൾ അതിനെ ഓടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അച്ഛൻ പറഞ്ഞു വേണ്ട. അങ്ങനെ കിളി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പറന്നുപോയി. അതിനുശേഷം വളരെ പെട്ടെന്ന് ഫലങ്ങൾ കായ്ച്ചു എന്നും പറയപ്പെടുന്നു. ഇതൊരു ദൈവ സന്ദേശമായാണ് ഇടവക ജനങ്ങളും അച്ഛനും പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം. അച്ഛാ, ഈ ചെടികൾ ഇവിടെ നട്ടിട്ട് എത്ര നാളായി? ഇതിവിടെ കഴിഞ്ഞ വർഷം ഞാൻ ഈ പുണ്യവാനെ കുറിച്ച് കേട്ടപ്പോൾ ഇവിടെ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചാൽ പുണ്യവാനോടുള്ള ഭക്തി വളർത്താമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പുണ്യവാൻ മുന്തിരിച്ചെടി കർഷകർക്ക് പ്രത്യേക മധ്യസ്ഥനാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അപ്പോഴാണ് ഇവിടെ ഗുരുവായൂർ ഒരു പുഷ്പോത്സവം കണ്ടു. അവിടെയാണ് ഈ ചെടി കിട്ടാൻ സാധ്യത വന്നത്. അപ്പോൾ കൈക്കാരന്മാരിൽ ആരോ പോയിട്ട് അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. അത് അച്ഛനെ കൊണ്ട് തന്നെ കുഴിച്ചിടണം എന്നും പറഞ്ഞത് ഔദ്യോഗിക നിലയിൽ പ്രാർത്ഥിച്ച് ആ ചെടി ഇവിടെ കുഴിച്ചിട്ടു. ആ കുഴിച്ചിട്ടതിന് ശേഷമുണ്ടായ പ്രത്യേകതകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ മുറിയുടെ മുന്നിലായതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാമല്ലോ. അപ്പോൾ വരുമ്പോൾ അത് പെട്ടെന്ന് വളരുന്നതായിട്ട് കാണും. ആ ചെടിയുടെ ഇലകളൊക്കെ നല്ല വീതിയിലുള്ള ഇലകളും അങ്ങനെ വന്നപ്പോൾ അതിനോട് പ്രത്യേക താല്പര്യം തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പം കായ ഉണ്ടാകാൻ വേണ്ടി കുഴിച്ചിട്ടതല്ല ശരിക്കും എന്ന് പറയുകയാണെങ്കിൽ. ഈ പുണ്യവാനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു അടയാളമായിട്ട് ഇരിക്കട്ടെ. ഒരു കിളി കൂടുകൂട്ടിയ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടായിരുന്നു. അതിൻ്റെ കുറിച്ചൊന്ന് കൂടുതൽ വിശദീകരിക്കാവോ? പന്തല് പണി കഴിഞ്ഞ ദിവസം തന്നെ താമസിയാതെ ഇതിൻ്റെ ചെടിയുടെ വളർച്ച ആദ്യത്തേക്കാൾ സുന്ദരമായി ഇലകളൊക്കെ കൂടി വളർച്ച തുടങ്ങി. അതിൻ്റെ വളർച്ച വന്ന ഇലകളൊക്കെ നല്ല വീതിയോടുകൂടി വികസിച്ച ഇലകളോടുകൂടി വളർന്നു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 അങ്ങോട്ട് കൊമ്പുകളായിട്ടുണ്ട്. അപ്പോഴാണ് കുട്ടികളൊരു ദിവസം വന്ന് പറഞ്ഞു അച്ഛാ കിളിക്കൂടെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വളരെ സന്തോഷം അറിയിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇവിടെ അടുത്ത് മാവുകളുണ്ട്, മറ്റു മരങ്ങളുണ്ട്. ഇവിടെ ഒന്നും ഒരു കിളി കൂട്ടാതെ ഞാൻ ഇവിടെ ചെടികൾ വെച്ചിട്ടുണ്ട് വേറെ. ഇതുമ്പോൾ മാത്രമായിട്ട് ഇങ്ങനെ കിളികൾക്ക് കൂട് കൂട്ടാൻ തോന്നിയത് എന്താണാവോ. അപ്പോൾ ഒരു നല്ലൊരു ലക്ഷണമായിട്ട് തോന്നി എനിക്കത്. ഏണിയിൽ കയറി കൈക്കാരൻ നോക്കിയപ്പോൾ അതിൽ 2 മുട്ട. പിന്നെ അവർക്ക് സന്തോഷം കൂടുതലായി. ഇട്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുങ്ങളായി അത് ശബ്ദം എടുത്തു തുടങ്ങിയായിരുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് ആരും ദ്രവിക്കാനോ കല്ലെറിയാനോ കുട്ടികൾക്ക് ഏതായാലും കയറാൻ പറ്റില്ല, അത് ചെക്ക് ചെയ്യാനൊന്നും. ഒരിക്കലും ഇടവക്കാരൻ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു അച്ഛൻ അതിന്മേ കായ ഉണ്ടായി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കായ എന്നുള്ളത് എനിക്കും അറിയില്ല. ചെറിയ കുരു എന്നുള്ള കടുക് പോലെയുള്ള. പിന്നെ അതിങ്ങനെ കുറേ കൊലകൾ ചെടി ഇങ്ങനെ വികസിക്കുന്നതനുസരിച്ച് അതിൻ്റെ കൊലകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷികൾ പിന്നെ അവരുടെ പാട്ടിന് പോവുകയും ചെയ്തു.
അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് അതിനോട് കൂടുതൽ ദൈവികമായിട്ടുള്ളൊരു ടച്ച് തോന്നി. ദൈവാനുഭവത്തിൻ്റെ ഒരു പ്രകൃതിയിലൂടെ ഈ ദൈവം പ്രവർത്തിക്കുന്നു, പുണ്യവാൻ്റെ മാധ്യസ്ഥത്താൽ തന്നെയാണ്. ഞാനൊരു പ്രേരണയും കൊടുക്കാതെ തന്നെ വിൻസെൻ്റ് പോളുകാർ അതിൻ്റെ താല്പര്യം കാണിച്ചുകൊണ്ട് ഒക്ടോബർ മാസം ഒരു ഊട്ടി തിരുനാളുണ്ട്, ഒക്ടോബർ അവസാനമാണ്. അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു, ഞങ്ങൾ കുറേ ചെടികൾ ഇതിൻ്റെ കൊണ്ടുവന്ന് എല്ലാ വീടുകൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നൊരു ആഗ്രഹം. അപ്പോഴാണ് ഞാൻ കൂടുതൽ ഗൗരവമായിട്ട് അതിനെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണം അവരും സമ്മതിച്ചു. ഇങ്ങനെ 320 വീടാണ് ഇടവയിലുള്ളത്. 320 വീട്ടുകാർക്കും ഫ്രീ ആയിട്ട് മുന്തിരിച്ചെടി കൊടുക്കുകയുണ്ടായി. റോമൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യന്റെ മർദ്ദനകാലത്ത് വധിക്കപ്പെട്ട ക്രൈസ്തവ രക്തസാക്ഷിയാണ് വിശുദ്ധ കുര്യാക്കോസ്. ഐതിഹ്യമനുസരിച്ച് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലെ ഒരു കുലീന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ക്രൈസ്തവ മതം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹം തന്റെ സ്വത്തുക്കളെല്ലാം പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തു. റോമിൽ വെച്ച് മാർസെലിനോസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ഡീക്കനായി അഭിഷേകം ചെയ്തു. പ്രധാനമായും 3 കാര്യങ്ങളുടെ മധ്യസ്ഥനായാണ് വിശുദ്ധ കുര്യാക്കോസ് അറിയപ്പെടുന്നത്. പൈശാചിക ബാധ ഒഴിവാക്കുന്നവരുടെയും മുന്തിരി കർഷകരുടെയും കണ്ണുരോഗികളുടെയും വിശുദ്ധൻ. അതുകൂടാതെ വിശുദ്ധ കുര്യാക്കോസിനെ 14 വിശുദ്ധ സഹായകരിൽ ഒരാളായി വണങ്ങപ്പെടുന്നു. പ്രത്യേക രോഗങ്ങളിൽ അധികാരമുള്ള വിശുദ്ധൻ എന്നുകൂടി അദ്ദേഹം അറിയപ്പെടുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മകൾ ആർത്തമിയ പിശാച് ബാധിത ആയിരുന്നപ്പോൾ അവളെ ബാധിച്ചിരുന്ന ദുരാത്മാവ് തന്നെ പുറത്താക്കാൻ കുര്യാക്കോസിന് മാത്രമേ കഴിയൂ എന്ന് വെളിപ്പെടുത്തിയിരുന്നു. ചക്രവർത്തിക്ക് വിശുദ്ധ കുര്യാക്കോസിനെ നന്നായി അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ആളയച്ചു വരുത്തുകയും ഡീക്കൻ പിശാചിനെ ഒഴിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വിശുദ്ധ കുര്യാക്കോസ് പാശ്ചാത്യ നാടുകളിലും പൗരസ്ത്യ രാജ്യങ്ങളിലൊക്കെയായി അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്: മുന്തിരി കർഷകർക്കൊക്കെയും നല്ല മധ്യസ്ഥനായി, പിശാച് ബാധ ഒഴിവാക്കുന്നവർക്ക് പ്രത്യേകം മധ്യസ്ഥനായി, നേത്രരോഗികൾക്ക് ഉത്തമ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ കുര്യാക്കോസ്. 3-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ 304 അദ്ദേഹം മരിച്ചത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. റോമിൽ അദ്ദേഹം മാർപ്പാപ്പയാൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു. ആ വിശുദ്ധൻ്റെ മരണശേഷം ധാരാളം അത്ഭുതങ്ങളൊക്കെ നടന്നു. മുന്തിരി കർഷകർക്കായിട്ടുള്ള മധ്യസ്ഥന നിലയിൽ അവരുടെ ഇടയിലും, അത് പാശ്ചാത്യ നാട്ടിൽ നിന്ന് പൗരസ്ത്യ രാജ്യത്തേക്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രസിദ്ധി വരികയുണ്ടായി. പ്രത്യേകിച്ചും കേരളത്തിലേക്ക് 16-ാം നൂറ്റാണ്ടിലാണ് ആ വിശുദ്ധനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുക. സത്യത്തിനും സേവനത്തിനും വിശ്വാസത്തിനും വേണ്ടി നിലകൊണ്ട വിശുദ്ധ കുര്യാക്കോസിന് പകരം ലഭിച്ചത് ചമ്മട്ടിയടിയും ദണ്ഡനവും വധശിക്ഷയുമാണ്. ഐതിഹ്യമനുസരിച്ച് കുര്യാക്കോസിനെ പീഡിപ്പിക്കുകയും ദേഹമാസകലം തിളയ്ക്കുന്ന ടാർ ഒഴിക്കുകയും അവസാനം ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. വിശുദ്ധന്റെ കൈയുടെ ഒരു ഭാഗം ബാംബെർഗ് കത്തീഡ്രലിലെ നിധി നിലവറയിൽ തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നു. നേത്രരോഗങ്ങളാലും പൈശാചിക ബന്ധനങ്ങളാലും നരകിക്കുന്ന നിരവധി ജനങ്ങൾക്ക് വിശുദ്ധന്റെ മാധ്യസ്ഥത്താൽ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. വിശുദ്ധന്റെ മാധ്യസ്ഥത്താൽ അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട്
ധാരാളം ജനങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇടവകയെപ്പറ്റി പറഞ്ഞാൽ നല്ല സംഗീത പാരമ്പര്യമുള്ള ഒരു ഇടവക കൂടിയാണിത്. നമ്മൾ കേൾക്കുകയും ആസ്വദിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരുപിടി നല്ല ഗാനങ്ങളും ഉയർന്നിരിക്കുന്നത് ഈ ഇടവകയിൽ നിന്നാണ്. ആയിരത്തി 1982 ബഹുമാനപ്പെട്ട തോബിയാസ് ചാലക്കലച്ചൻ വികാരിയായിരുന്ന കാലഘട്ടത്തിലാണ് സെൻറ്റ് സിറിയക് ദേവാലയത്തിൻ്റെ സെൻറ്റനറി ആഘോഷിച്ചത്. സെൻറ്റനറി മെമ്മൻ്റോയായി പുറത്തിറക്കിയ അഞ്ജലി ഭക്തിഗാന കാസറ്റും ഗ്രാംഫോൺ റെക്കോർഡും ജനങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റി. ഈ ഇടവകയിലെ പ്രെയർ ഗ്രൂപ്പും സജീവമാണ്. കൂടാതെ വിശ്വാസികളുടെ എണ്ണവും. ഇടവക ജനങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളും മറ്റു കാര്യങ്ങളും പറയുവാനായി പാരിഷ് പൾസ് എന്ന പ്രസിദ്ധീകരണവും പുറത്തിറക്കുന്നുണ്ട്. വൈലത്തൂർ ഇടവകയിലെ പാരിഷ് ബുള്ളറ്റിനാണ് പാരിഷ് പൾസ്. പാരിഷ് പൾസ് എന്ന് പറയുന്നത് പോലെ ആ പേരിനോട് സാമ്യമായി ഞങ്ങൾ ചെയ്യുന്ന കർത്തവ്യം ഈ ഇടവകയിലെ ആളുകളുടെ പൾസ് മനസ്സിലാക്കുകയും ഈ ഇടവക്കാർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും പ്രസിദ്ധീകരിക്കുകയുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ വിശുദ്ധനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയാൽ അനുഗ്രഹങ്ങൾ ലഭിച്ചു വരുന്നത് ആളുകളുടെ ഈ ഇടവകയിലെയും പുറമെ നിന്നുള്ളവരുടെയും അനുഭവങ്ങൾ ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിലൂടെ സാക്ഷ്യപ്പെടുത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു വരികയാണ്. വിശുദ്ധ കുര്യാക്കോസിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ധാരാളം രോഗസൗഖ്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വൈലത്തൂർ പള്ളിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പള്ളിയുടെ അത്ഭുത വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും പരിശുദ്ധൻ